ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ സഹായിച്ച പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ജിൻസി തോമസ്. ഞാൻ തൃക്കുടിത്താനം ഇടവകയിൽ നിന്ന് വരുന്നത്, ചങ്ങനാശ്ശേരി. എനിക്ക് 12 വർഷമായിട്ട് ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. പക്ഷേ 12 വർഷമായിട്ട് എനിക്ക് ജോലിയൊന്നുമില്ലായിരുന്നു. മൂത്ത മകളുടെ ഡെലിവറിക്ക് ശേഷം ഞാൻ ജോലിക്ക് പോയില്ല. പിന്നെ ഗ്യാപ്പ് വന്നത് കാരണം ജോലിയിൽ കയറാൻ എനിക്ക് പറ്റുന്നുമില്ലായിരുന്നു. അതുമല്ല, കേരള രജിസ്ട്രേഷൻ ഇല്ലായിരുന്നു. ഞാൻ പുറത്ത് കുവൈറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് നീണ്ടു പോയി. 12 വർഷമായിട്ടും പിന്നെ 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കേരള രജിസ്ട്രേഷൻ ചെയ്തത്. എന്നിട്ടും ജോലിയൊന്നും ഇപ്പം ഗ്യാപ്പുള്ളവരണം കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് ഒത്തിരി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ജോലിയൊന്നുമില്ല. പിന്നെ അതുകൂടാതെ എൻ്റെ ഭർത്താവിന് ക്യാൻസറായി. 2 പേർക്കും വരുമാനമാർഗ്ഗമൊക്കെ ഇല്ലായിരുന്നപ്പോൾ ഞാനങ്ങ് വിഷമിച്ചു. എനിക്കൊരു വരുമാന മാർഗ്ഗത്തിന് വേണ്ടി ഞാൻ ചോദിച്ചപ്പോൾ മാതാവിനോട് ചോദിച്ചു, എനിക്കൊരു 500 രൂപയ്ക്കെങ്കിലും വകയുള്ള ഒരു ജോലിയെങ്കിലും കിട്ടണം, നഴ്സിങ്ങിന് പോകാൻ പറ്റണില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് എനിക്ക് ബേക്കിംഗ് അറിയാം. അങ്ങനെ അന്ന് പ്രാർത്ഥിച്ച സമയത്ത് തന്നെ മാതാവ് എനിക്ക് ഒരു ചേച്ചി വഴി ചേച്ചി എന്നോട് വിളിച്ച് ചോദിച്ചു, ഞാൻ കേക്കിന് ഓർഡർ തന്നാൽ എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന്. അങ്ങനെ ഞാൻ കേക്കിന് സമ്മതിച്ചു. അന്ന് 1 വർഷമായി. ഇന്ന് വരെ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കി ഡെലിവറി ചെയ്തിട്ടാണ് വന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് മാതാവ് തന്നിട്ടില്ല. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അമ്മ എനിക്ക് ഓർഡർ കിട്ടുന്നില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന സമയം അന്ന് 4 മണി അല്ലെങ്കിൽ 5 മണി ആകുമ്പോഴത്തേക്ക് എനിക്കൊരു ആരെയും അറിയാൻ മേലാത്തൊരു വ്യക്തി എനിക്ക് ഓർഡർ വിളിച്ച് തരും. അങ്ങനെ അമ്മ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഈ മാസം ജനുവരി 16-നാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് നിൽക്കുന്നതിന് ഒരു 3 മാസം മുമ്പേ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് നമുക്ക് സ്റ്റാഫിനെ നമ്മുടെ ഹെൽത്ത് സെൻറ്ററിലേക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞ് അങ്ങനെ ചുമ്മാ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഗ്യാപ്പ് ഒരു പ്രശ്നമാണ്. അങ്ങനെ എന്നാലും അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു, BScക്കാർക്കാണ് ഓപ്ഷൻ കൂടുതൽ. ഞാൻ ജനറൽ നേഴ്സാണ്. അപ്പം BScക്കാർ ആ സ്റ്റാഫിന് അവർ അപ്പോയിൻമെൻറ്റ് ചെയ്തു. സെക്കൻഡ് ഓപ്ഷൻ എനിക്ക് വെച്ചായിരുന്നു, കിട്ടും ഇപ്പോൾ കുറച്ച് 1 വർഷത്തിനിടയിലെല്ലാം പോവുകയാണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് കയറാൻ പറ്റുമോ എന്ന് പറഞ്ഞാണ് അവിടുന്ന് എഗ്രിമെൻറ്റിൽ സൈൻ ഇട്ടത്. ഒരാഴ്ചയ്ക്ക് മുമ്പേ എന്നെ അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ആ കുട്ടി പ്രഗ്നൻ്റ് ആണ്, അത് കാരണം സെക്കൻഡ് ഓപ്ഷന് നിങ്ങളുടെ പേരാണ് വെച്ചേക്കുന്നത്. അത് കാരണം നാളെ ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണമെന്ന് അവിടുന്ന് വിളിച്ച് പറഞ്ഞു. അങ്ങനെ എനിക്ക് 12 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നഴ്സിംഗ് ജോലി ചെയ്യാൻ പറ്റിയതിനെ ഓർത്ത് ഞാൻ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഒരു സാക്ഷ്യം കൂടെ, എൻ്റെ ഭർത്താവിന് ക്യാൻസർ രോഗം വന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത സൈറ്റിൽ കൂടെ പസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം പുള്ളിക്കാരൻ വരാൻ പറ്റുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ ഫോട്ടോയും എടുത്തുകൊണ്ട് ജോസപ്പച്ചനെ കാണാൻ വന്നു. ജോസപ്പച്ചൻ എന്നോട് പറഞ്ഞു, ആ ഫോട്ടോ എടുത്ത് അതിൽ സൈറ്റ് ചേർത്ത് പുരട്ടി പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ട് വന്നത്. തിരിച്ചു തന്നപ്പോഴത്തേക്ക് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നീ പള്ളിയിൽ പോയി ഇപ്പം തൊട്ട് എൻ്റെ ഇവത്തിൽ നിന്ന് ആ പഴുപ്പ് വരുന്നത് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പം പഴുപ്പൊന്നും വരുന്നില്ല, അവിടെ എല്ലാം ഉണങ്ങിയായിരിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു, അവിടെ ഉണങ്ങിയിട്ടുണ്ട്, എന്നാലേ ആ സ്റ്റിച്ച് എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു, അത് ഉണങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്റ്റിച്ച് എടുക്കാൻ പറ്റി. കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് ഞാൻ ഈ പത്രം ഇവിടുന്ന് കൊണ്ടുപോകുമ്പം എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ എനിക്കൊരു കുഞ്ഞുണ്ടായത് പോലും പരിശുദ്ധ അമ്മയുടെ ഇവിടുത്തെ കൃപാസന അടുത്ത് വന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് എനിക്ക് ഒരു കുഞ്ഞുണ്ടായത്. പെൺകുഞ്ഞ് എനിക്ക് 5 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയത്. അത് ഞാൻ ഉടമ്പടിയിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സാക്ഷ്യം പറയാഞ്ഞ്. അപ്പോൾ ഈ അനുഭവ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞാണ് ഞാൻ പത്രമൊക്കെ വിതരണം ചെയ്യുന്നത്. അത് ഞാൻ ആശുപത്രികളിൽ ചെന്ന് രോഗികളുടെ അടുത്ത് കൊണ്ടുപോയി പത്രം കൊടുക്കും, ഇത് പറയും. അതുകൂടാതെ ഞാനൊരു മാനസിക
ഒരു ആശ്രമമുണ്ട്. അവിടെ ചെന്ന് അവരുടെ കൂടെ കുറച്ച് നേരം സമയം ചെലവിടുകയും അവരുടെ കൂടെ വർത്തമാനം പറയുകയും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ എന്നെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എന്നോട് സഹായം ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 27:7 കർത്താവെ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ, കാരുണ്യപൂർവം എനിക്ക് ഉത്തരം നൽകണമേ. ജിൻസി തോമസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച 2 അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരാൾ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുക എന്നത് നിലവിളിയോടെ പ്രാർത്ഥിക്കുക എന്നൊരർത്ഥമുണ്ട്. അത് ജീവിതം ക്ലേശപൂർണമായും സഹനത്തിൻ്റെ തിച്ചുളയിലുമാണ് ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ഉച്ചത്തിൽ കണ്ണീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ശരിക്കും സഹോദരിയുടെ ജീവിത സാഹചര്യങ്ങൾ ക്ലേശപൂർണമായി മുന്നോട്ട് പോകുമ്പോൾ 2 കാര്യങ്ങൾക്ക് മകൾ ഈ നാളുകളിൽ പ്രാർത്ഥിച്ചത് നമ്മുടെ തിരുസന്നിധിയിൽ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തത് കുടുംബത്തിനൊരു വരുമാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. ഒരു ജീവിത പങ്കാളി ഗുരുതരമായ രോഗാവസ്ഥയിൽ വീട്ടിൽ കഴിയുന്നു. പുറത്തൊരു ജോലിക്ക് പോകുവാനാവാത്ത സാഹചര്യമുണ്ടാകുന്നു. അതുകൊണ്ട് അമ്മ മാതാവ് വീടിനകത്തൊരു വരുമാനത്തിനുള്ള വഴി തുറക്കുവാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ സഹോദരി പറയുന്നുണ്ട്, യാദൃച്ഛികമായി പഠിച്ചെടുത്ത ബേക്കിങ്ങിൽ മറ്റൊരു വ്യക്തി വന്ന് ഓർഡർ തന്നാൽ കേക്ക് ചെയ്തു കൊടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച നാൾ മുതൽ ഈ നാൾ വരെയും കൃത്യമായിട്ട് ആ കേക്ക് നിർമ്മാണം നടത്തുവാനുള്ള വഴിയൊരുക്കി കൊടുത്ത് വീടിനകത്തെ ചെറിയ വരുമാനത്തിന് വഴികൾ അമ്മ നൽകിയതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. അതെപ്പോഴും ക്ലേശിതർക്കും പീഡിതർക്കും അഗതികൾക്കും ഹൃദയ നൈർമല്യത്തോടുകൂടി ദൈവസന്നിധിയിൽ വ്യാപരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ദൈന്യതകൾ മാറും വിധം ദൈവികമായ ഇടപെടലുകൾ എപ്പോഴും അനുഭവിക്കുന്നത് കാണാനാവും. അതിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവെച്ചത്. എനിക്ക് ഔദ്യോഗികമായൊരു ജോലിയോ അതിനുള്ള വഴികളോ തുറന്നു കിട്ടിയില്ലെങ്കിലും എൻ്റെ വീടിനകത്ത് എൻ്റെ പങ്കാളിയെ നോക്കിക്കൊണ്ട് രോഗത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും നാളുകളിൽ കുടുംബം പോറ്റുവാനാവുന്ന ചെറിയൊരു വരുമാനം അമ്മ എനിക്ക് ഒരുക്കി തരികയും അതെനിക്ക് ആശ്വാസമാവുകയും ചെയ്തുവെന്ന. മറ്റൊന്ന് ഒരു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമമാണ്. 11 വർഷത്തിന് ശേഷം നേഴ്സിംഗ് ഫീൽഡിലേക്ക് മകൾക്ക് എങ്ങനെ ഒരു ജോലി മാതാവ് ഒരുക്കി കൊടുത്തുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, മറ്റു പലരും മകളേലും ക്വാളിഫിക്കേഷൻ ഉള്ളവർ ജോലിക്കവിടെ ഉള്ളപ്പോൾ അവർക്ക് ശേഷം മാത്രം മകളെ പരിഗണിക്കൂ എന്ന മകൾക്ക് അറിവുള്ളപ്പോഴും അത് ആ ജോലിക്ക് വേണ്ടി മകൾക്ക് മുകളിലുള്ളവർ പലവിധ കാരണങ്ങളാൽ ഓരോന്നോരോന്ന് മാറിപ്പോവുകയും മകൾക്ക് ഇന്ന് കുടുംബം പുലർത്തുന്നതിന് അത്യാവശ്യമായ വരുമാനത്തിലേക്ക് ജോലി മകളെ തേടിയെത്തുകയും ചെയ്യുന്നുവെന്ന. പ്രിയമുള്ളവരെ, കണ്ണീരോടെയാണ് വരുന്നതെങ്കിലും സന്തോഷത്തോടെ കൊയ്തുകൊണ്ടു പോകുന്ന വചനത്തെ നാം ധ്യാനിക്കുന്നുണ്ട്. കണ്ണീരോടെ വിതച്ച് സന്തോഷത്തോടെ കൊയ്യുന്നത്. നമ്മൾ ഈ അമ്മയുടെ അരികിലേക്ക് ജീവിതത്തിൻ്റെ ഏതൊക്കെ തകർച്ചകളും വേദനകളും ഇല്ലായ്മകളുമായി നാം വരുന്നുവെങ്കിലും അമ്മയിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന വിഷയമാണെങ്കിൽ അമ്മ തന്നെ നമുക്ക് വേണ്ടി ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് നമ്മളെ സുരക്ഷിതമാക്കുവാനുള്ള മാർഗങ്ങൾ ഒരുക്കിത്തരും. നമുക്കത് മെറിറ്റ് കൊണ്ടാവില്ല, ഒരു മെറിറ്റും ഉണ്ടാവില്ല. പക്ഷേ അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ നമുക്ക് ദാനമായി ദൈവ സാന്നിധ്യത്തെ അറിയിച്ചുകൊണ്ട് ദൈവാനുഗ്രഹമായി കൈമാറുന്നതാണ്. അതിൻ്റെ സാക്ഷ്യമാണ് മറ്റൊന്ന് സഹോദരി സൂചിപ്പിച്ചത്. മൂന്നാമത്തത്, ജീവിത പങ്കാളി രോഗക്ലേശത്തിൽ കുടുംബം അനുഭവിച്ചിരുന്ന വലിയൊരു ക്ലേശമാണ്. ഓപ്പറേഷൻ്റെ സ്റ്റിച്ച് എടുക്കുവാനാവാത്ത വിധം നിരന്തരം പഴുപ്പ് വന്നുകൊണ്ട് അത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഫോട്ടോയുമായി അച്ഛൻ്റെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. അച്ഛനത് അമ്മ മാതാവിൻ്റെ തിരുസ്വരൂപത്തിലും ഈശോയുടെ കാൽച്ചുവട്ടിലും ആ ഫോട്ടോ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യപ്പെടുവാൻ വേണ്ടി, പഴുപ്പ് വറ്റിപ്പോകുവാൻ വേണ്ടി, മുറിവുണങ്ങുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു കൊടുക്കുന്ന അതേ നിമിഷം ഭവനത്തിൽ സഹോദരൻ്റെ പഴുപ്പ് പൂർണ്ണമായി പറ്റിപ്പോയിക്കൊണ്ട് ആ സ്റ്റിച്ച് എടുക്കുവാനും കൂടുതൽ സൗഖ്യത്തിലേക്ക് പ്രവേശിക്കുവാനും മകനെ അനുഗ്രഹിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്, ജൈറോസിൻ്റെ മകളെ സൗഖ്യപ്പെടുത്തുമ്പോൾ യേശു ഒരു വാക്കുച്ചരിക്കുന്ന നിമിഷം തന്നെ അത് സൗഖ്യമായി തീരുന്നതിനെക്കുറിച്ച്, യേശു ഒരു സ്പർശനം കൊടുക്കുന്ന നിമിഷം തന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുന്ന അനുഭവത്തെക്കുറിച്ച്, യേശു ചെളിയുണ്ട് കണ്ണിൽ അത് പുരട്ടിക്കഴിയുമ്പോൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അന്ന് വരെ അന്ധനായിരുന്നവൻ കണ്ണു തുറന്ന്
പ്രകാശം കാണുന്നു, ലോകത്തെ കാണുന്നതിനെക്കുറിച്ച്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്നിനും കുറവില്ല. അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഏത് വിഷയത്തിനും കൃപയുണ്ട്. അതുകൊണ്ട് ശരണപ്പെട്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ജീവിതത്തിൻ്റെ ഏത് വിഷയത്തിന്മേലും ഈശോ അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കപ്പെടുകയും ചെയ്യും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.